Hi all, welcome to LK Group of Educational Service. KTET exam category 3 physical science വരുന്നൊരു ടോപ്പിക്കാണ് പീരിയോഡിക് ടേബിൾ ആൻഡ് കെമിക്കൽ ബോണ്ടിങ് എന്നുള്ളത്. സോ ഇതിൽ പാർട്ട് 1 ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ എന്തൊക്കെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യമായി നമ്മൾ നോക്കുമ്പോൾ ഏർലി അറ്റംപ്റ്റ്സ് അറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്, അതായത് ആദ്യമായി എങ്ങനെയാണ് എലമെൻറ്റ്സുകളെ ക്ലാസിഫൈ ചെയ്തത്, ദെൻ മെൻ്റലി പീരിയോഡിക് ടേബിൾ, പീരിയോഡിക് ലോ, അതിൻ്റെ മെറിറ്റ്സ് ഡിമെറിറ്റ്സ്, അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നൊരു സെക്ഷനാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് മോഡേൺ പീരിയോഡിക് ടേബിൾ ആണ്. അതിൽ മോസ്റ്റ്ലി പീരിയോഡിക് ലോ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നേച്ചർ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് ഇലക്ട്രോണിക് സ്ട്രക്ചർ, വാലൻസി, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് സെക്കൻഡ് ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ആണ് representative element, transition element, subshell electronic configuration, classification of elements into block, അതായത് SPD and F ബ്ലോക്ക്, ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും നമുക്ക് പഠിക്കാനുണ്ട്. സോ ഈ ഒരു പീരിയോഡിക് ടേബിൾ ആൻഡ് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതെന്നാണ് നമ്മൾ ആദ്യത്തെ സെക്ഷനിലൊന്ന് നോക്കുന്നത്. അതിനുശേഷം പീരിയോഡിക് ട്രെൻഡ്സ് ഇൻ പ്രോപ്പർട്ടി ഓഫ് എലമെൻറ്റ്, അതായത് പീരിയോഡിക് ട്രെൻഡ്സിനെ കുറിച്ച്, ദെൻ ആറ്റോമിക് സൈസ്, നമ്പർ ഓഫ് ഷെൽ, നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ആ ഒരു സെക്ഷനിൽ പഠിക്കാനുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, അയണൈസേഷൻ എനർജി, അതുപോലെ തന്നെ ഇലക്ട്രോ പോസിറ്റിവിറ്റി, മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് ക്യാരക്ടർ, അതും നമുക്ക് ലാസ്റ്റ് ഈ ഒരു പീരിയോഡിക് ടേബിൾ ആൻഡ് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന സെക്ഷൻ്റെ അവസാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ള സെക്ഷനുകളാണിത്. സോ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ളത്. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏർലി അറ്റംപ്റ്റ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്, അതായത് എലമെൻറ്റ്സുകളെ എങ്ങനെയാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ക്ലാസിഫൈ ചെയ്തിരുന്നത്, അതിനെക്കുറിച്ചൊരു അറിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്ഷൻ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ ആ ഒരു ക്ലാസിഫിക്കേഷൻസ് മെയ്ഡ് ചെയ്ത സയൻറ്റിസ്റ്റുകളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഈ 4 ആളുകളും ആരാണ്, അല്ലെങ്കിൽ ഇവരെല്ലാം എങ്ങനെയാണ് എലമെൻറ്റ്സുകളെ ക്ലാസിഫൈ ചെയ്തത് എന്നെല്ലാം നമുക്ക് നോക്കാം. അതിനോടൊപ്പം തന്നെ നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ, ഇന്നത്തെ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ 118 എലമെൻറ്റ്സ് ഉണ്ട്. ആ 118 എലമെൻറ്റ്സിനെ അങ്ങനെ കളർഫുൾ ആയിട്ട് ക്ലാസിഫൈ ചെയ്തത് ആരാണ് എന്നുള്ളതെല്ലാം നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു എലമെൻറ്റ്സിനെ ക്ലാസിഫൈ ചെയ്തത് പറയുന്നതിന് മുന്നേ തന്നെ എന്താണ് പീരിയോഡിക് ടേബിൾ എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് അറിയാനുണ്ട്. എന്താണ് പീരിയോഡിക് ടേബിൾ? അറേഞ്ച്മെൻറ്റ് ഓഫ് എലമെൻറ്റ്സ് അക്കോർഡിംഗ് ടു ദിയർ പ്രോപ്പർട്ടീസ് ഇൻ എ ടാബ്ല ഫോം, അതായത് ടാബ്ല ഫോമിൽ നമ്മൾ ഓരോ എലമെൻറ്റ്സുകളെയും അവരുടെ പ്രോപ്പർട്ടീസിന് അനുസൃതമായി നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. സോ പീരിയോഡിക് ടേബിളിൻ്റെ ക്ലാസിഫിക്കേഷൻസ് നമുക്ക് നോക്കാം. പീരിയോഡിക് ടേബിൾ എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഇനി അതിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് കോൺട്രിബ്യൂഷൻ നൽകുന്നത് ഡൊബർണിയർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ്. ഡൊബർണിയർ ആണ് ലോ ഓഫ് ട്രയാഡ്സ് എന്ന് പറയുന്ന സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. അതും 1829 അദ്ദേഹം ആ ഒരു സിദ്ധാന്തം പറയുന്നത്. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്: എലമെൻറ്റ്സ് കുഡ് ബി അറേഞ്ച്ഡ് ഇൻ ഗ്രൂപ്പ് ഓഫ് 3, അതായത് എലമെൻറ്റ്സിനെ നമുക്ക് 3 ഗ്രൂപ്പ്സ് ആയിട്ട് അറേഞ്ച് ചെയ്യാം. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ സിദ്ധാന്തത്തെ ലോ ഓഫ് ട്രയാഡ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇവിടെ പറയുന്നത് എന്താ? അരിത്തമെറ്റിക് മീൻ ഓഫ് ആറ്റോമിക് മാസ് ഓഫ് ദ ഫസ്റ്റ് ആൻഡ് തേർഡ് എലമെൻറ്റ് ഇൻ എ ട്രയാഡ് would be approximately equal to the atomic mass of the second element in the triad. അതായത് ഒരു ട്രയാഡിൽ നമുക്കറിയാം 3 എലമെൻറ്റ്സ് ഉണ്ടാവും. ആ 3 എലമെൻറ്റ്സിൽ ഫസ്റ്റ് എലമെൻറ്റിൻ്റെയും ലാസ്റ്റ് എലമെൻറ്റിൻ്റെയും അരിത്തമെറ്റിക് മീനിൻ്റെ ആവറേജ് ആയിരിക്കും എന്ത്? സെക്കൻഡ് എലമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ആറ്റോമിക് മാസിൻ്റെ ആവറേജ് ആയിരിക്കും സെക്കൻഡ് എലമെൻറ്റിൻ്റെ ആറ്റോമിക് മാസ് എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത് അരിത്തമെറ്റിക് മീൻ ഓഫ് ആറ്റോമിക് മാസ് ഓഫ് ഫസ്റ്റ് ആൻഡ് തേർഡ് എലമെൻറ്റ് ഇൻ എ ട്രയാഡ് would be approximately equal to the atomic mass of second element in that triad. അതായത് ആ ഒരു ട്രയാഡിലെ സെക്കൻഡ് എലമെൻറ്റിൻ്റെ ആറ്റോമിക് മാസിനോട് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും. സോ അദ്ദേഹം മുന്നോട്ട് വെച്ച കുറച്ച് ട്രയാഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. സോ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കൺസെപ്റ്റാണ് കാണിക്കുന്നത്. ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം. ലിഥിയത്തിൻ്റെയും സോഡിയത്തിൻ്റെയും പൊട്ടാഷ്യത്തിൻ്റെയും ആറ്റോമിക് മാസ് അവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. അതിൽ നടുക്കുള്ള സോഡിയത്തിൻ്റെ ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് നമ്മൾ ലിഥിയത്തിൻ്റെയും പൊട്ടാഷ്യത്തിൻ്റെയും സമ്മിനോട് നമ്മൾ ഡിവൈഡഡ് ബൈ 2, അതായത് അതിൻ്റെ സമ്മ് കണ്ടിട്ട് നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ കിട്ടുന്നത് അതായിരിക്കും, അതായത് മിഡിൽ എലമെൻറ്റിൻ്റെ ആറ്റോമിക് മാസ് എന്ന് പറയുന്നത്. സിമിലർലി കാൽഷ്യവും സ്ട്രോൺഷ്യവും ബാരിയം എടുത്താലും അതുപോലെ തന്നെയാണ്. ഫസ്റ്റ് എലമെൻറ്റിൻ്റെയും ലാസ്റ്റ് എലമെൻറ്റിൻ്റെയും ആവറേജ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് മിഡിൽ എലമെൻറ്റിൻ്റെ ആറ്റോമിക് മാസ് കിട്ടും. ദെൻ
തേർഡ് സെക്ഷൻ പറയുമ്പോൾ ക്ലോറിൻ ബ്രോമിൻ ആഡിൻ ആണ്. ക്ലോറിൻ ബ്രോമിൻ ആഡിനിലും ബ്രോമിൻ്റെ മിഡിൽ എലമെൻറ്റിൻ്റെ ആറ്റമിക് മാസ് എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെൻറ്റും ലാസ്റ്റ് എലമെൻറ്റും കൂടി സം ചെയ്ത് കിട്ടുന്ന നമ്പറിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നത് എന്താണോ നമുക്ക് കിട്ടുന്നത് അതിനോട് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ ഈ ഒരു ക്ലാസിഫിക്കേഷന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. സോ ആ ഒരു ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യാനായിട്ടാണ് പുതിയൊരു സയൻറ്റിസ്റ്റ് വരുന്നതും പുതിയൊരു ഡിസ്കവറി നടത്തുന്നതൊക്കെ. സോ എന്തായിരുന്നു അതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് നമുക്ക് നോക്കാം. സോ ഇതിലെ മെയിൻ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് he could not classify all the elements. എല്ലാ എലമെൻറ്റുകളെയും ക്ലാസിഫൈ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. അദ്ദേഹം ഈ ഒരു ലോ ഓഫ് ട്രയാഡ്സ് പറഞ്ഞത് അനുസരിച്ചാണെങ്കിൽ നടുക്കുള്ള എലമെൻറ്റുകൾ അല്ലെങ്കിൽ നടുക്കുള്ള എലമെൻറ്റ് മറ്റു 2 എലമെൻറ്റുകളുടെയും ഫസ്റ്റ് എലമെൻറ്റിൻ്റെയും ലാസ്റ്റ് എലമെൻറ്റിൻ്റെയും അതായത് തേർഡ് എലമെൻറ്റിൻ്റെയും സമ്മിൻ്റെ ആവറേജ് ആയിരിക്കണം എന്നാണ്. പക്ഷേ ഈ ഒരു ലോ എല്ലാ എലമെൻറ്റുകൾക്കും ആപ്ലിക്കബിൾ ആയിരുന്നില്ല. അത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ലോയിൻ്റെ ഡീമെറിറ്റ്സ് അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വണ്ണാണ് ന്യൂലാൻഡ്. ന്യൂലാൻഡും ആക്ച്വലി എലമെൻസുകളെ ക്ലാസിഫൈ ചെയ്യുന്നതിന് വളരെയധികം കോൺട്രിബ്യൂഷൻ തന്നിരുന്ന ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ലോയിനെയാണ് നമ്മൾ ലോ ഓഫ് ഒക്ടേവസ് എന്ന് പറയുന്നത്. ലോ ഓഫ് ഒക്ടേവ്സ്. സോ ഈ ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്നത് ഇദ്ദേഹമാണ് പീരിയോഡിക് ടേബിളിലെ എലമെൻസിൻ്റെ ഉള്ളിൽ ഒരു സംഗീതമുണ്ട് എന്ന് കണ്ടുപിടിച്ച ഒരു ശാസ്ത്രജ്ഞനാണ് ന്യൂലാൻഡ് എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം സ രി ഗ മ പ ദ നീ സ അതിൽ ഫസ്റ്റ് എലമെൻറ്റ് അതായത് നമ്മൾ ഇതിനെ പീരിയോഡിക് ടേബിളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ പറയുന്ന ഇതാണ് ഫസ്റ്റ് എലമെൻറ്റും ഫസ്റ്റ് എലമെൻറ്റും എയ്ത്ത് എലമെൻറ്റും പൊസസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് സിമിലർ ആയിരിക്കും എന്ന് പറയുന്ന ഒരു ലോയാണിത്. ഇവിടെ പറയുന്നത് എന്താ, ഇഫ് ദ എലമെൻറ്റ്സ് വർ അറേഞ്ച്ഡ് ഇൻ ദ ഓർഡർ ഓഫ് ഇൻക്രീസിങ് ആറ്റോമിക് വെയ്റ്റ് എയ്ത്ത് എലമെൻറ്റ് possessed similar properties to the first element. അതായത് ഫസ്റ്റ് എലമെൻറ്റ് ഏതാണോ അതിൻ്റെ സിമിലർ പ്രോപ്പർട്ടി തന്നെയായിരിക്കും എയ്ത്ത് എലമെൻറ്റും പൊസസ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ് ലോ ഓഫ് ഒക്ടേവ്സ് എന്നുള്ളത്. സോ ലോ ഓഫ് ഒക്ടേവ്സും ആക്ച്വലി നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. സോ എന്താണ് ലോ ഓഫ് ഒക്ടേവ്സ് എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ലിമിറ്റേഷൻ എന്താണ്, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ലോ ഓഫ് ഒക്ടേവ്സിൻ്റെ കാര്യങ്ങളിൽ ബേസ് ചെയ്ത് പറയുമ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കുക. അതായത് മ്യൂസിക്, നമ്മുടെ കെമിസ്ട്രിയിൽ ഒരു മ്യൂസിക് കണ്ടുപിടിച്ച ഒരു ശാസ്ത്രജ്ഞനാണ് നമ്മുടെ ന്യൂലൻഡ് എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് എയ്ത്ത് എലമെൻറ്റ് സ രി ഗ മ പ ദ നീ സ പോലെ തന്നെ എയ്ത്ത് എലമെൻറ്റും ഫസ്റ്റ് എലമെൻറ്റും തമ്മിൽ എന്തൊക്കെയോ പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റി ഉണ്ട് എന്ന് പറഞ്ഞതായിരുന്നു അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം. ആ സിദ്ധാന്തത്തെയാണ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്ലാസിഫിക്കേഷന് കുറച്ചധികം ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അതിലെ മെയിൻ ലിമിറ്റേഷനാണ് നമ്മളിവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. He could not classify all the elements beyond calcium. കാൽഷ്യം വരെ അദ്ദേഹം ക്ലാസിഫൈ ചെയ്തു. പക്ഷേ കാൽഷ്യത്തിന് ശേഷം വരുന്ന എലമെൻറ്റുകളിൽ ഈ ഒരു പ്രോപ്പർട്ടി സിമിലാരിറ്റി അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. സോ അതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ലോ ഓഫ് ഒക്ടേവ്സിൻ്റെ ഡീമെറിറ്റ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് മെൻഡലീവ് പീരിയോഡിക് ലോ. അതിനുശേഷം അതായത് ലോ ഓഫ് ഒക്ടേവ്സിന് ശേഷം വരുന്ന ലോയാണ് മെൻഡലീവ് പീരിയോഡിക് ലോ എന്ന് പറയുന്നത്. അത് 1869 ഈ ഒരു ലോ ആക്ച്വലി വരുന്നത്. ഈ ഒരു ലോയിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീരിയോഡിക് ടേബിളിലെ എലമെൻസിന് അല്ലെങ്കിൽ പീരിയോഡിക് ടേബിളിന് ഒരു പ്രോപ്പർ ഫോമാറ്റ് നൽകിയ ഒരു ലോയാണ് മെൻഡലീവ് പീരിയോഡിക് ലോ എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന മോഡേൺ പീരിയോഡിക് ലോ ആക്ച്വലി പ്രപ്പോസ് ചെയ്തത് ഹെൻറി മൂസ്ലി ആണെങ്കിൽ പോലും അതിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് മെൻഡലീവ് പീരിയോഡിക് ലോ തന്നെയാണ് അല്ലെങ്കിൽ മെൻഡലീവ് തന്നെയാണ്. സോ എന്താണ് മെൻഡലീവ് പീരിയോഡിക് ലോ? എലമെന്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഓർഡർ ഓഫ് ആറ്റോമിക് മാസ്. ഇവിടെ അദ്ദേഹം എലമെന്റുകളെ അതിൻ്റെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്തു. അതാണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. പീരിയോഡിക് ലോയിൽ പറയുന്നുണ്ട് The properties of elements are periodic function of their atomic weight. അതായത് നമ്മളിവിടെ പറയുന്നത് എന്താ, എലമെൻസിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്, ആറ്റോമിക് വെയ്റ്റിൻ്റെ ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണെന്നാണ് പറയുന്നത്. സോ ഈ ഒരു മെൻ്റലി പീരിയോഡിക് ലോയിൽ അദ്ദേഹം എലമെൻറ്റുകളെ ആറ്റോമിക് വെയ്റ്റ് ഇൻക്രീസ് ആയി വരുന്ന ഓർഡറിലാണ് അദ്ദേഹം എലമെൻറ്റുകളെ ക്ലാസിഫൈ ചെയ്തത്. സോ ഇതിനും കുറച്ച് മെറിറ്റ്സും ഡീമെറിറ്റ്സും നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ മെറിറ്റ്സ് എന്ന് പറയുമ്പോൾ മെറിറ്റ്സ് ഓഫ് മെൻ്റലി പീരിയോഡിക് ടേബിൾ എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ഫസ്റ്റ് 3 പോയിന്റ്സ് നമുക്കൊന്ന് നോക്കാം. ലെഫ്റ്റ് സം ഗ്യാപ്സ് ഫോർ അൺഡിസ്കവേർഡ് എലമെൻറ്റ്സ് ലൈക്ക് ഗാലിയം, സ്കാൻഡിയം ആൻഡ് ജെർമേനിയം. അതായത് സ്കാൻഡിയം, ജെർമേനിയം അതുപോലെ തന്നെ ഗാലിയം മുതലായ എലമെൻറ്റുകൾക്ക് ഒരു സ്പേസ് അദ്ദേഹം വിട്ടിരുന്നു. സോ അങ്ങനെ ഒരു ഗ്യാപ്പ് അവിടെ ലെഫ്റ്റ് ചെയ്ത് വെച്ചത് അദ്ദേഹമായിരുന്നു. ലെഫ്റ്റ് ദ ഗ്യാപ്പ് ഫോർ അൺഡിസ്കവേർഡ് എലമെൻറ്റ്സ് ലൈക്ക് ഗാലിയം, സ്കാൻഡിയം ആൻഡ് ജെർമേനിയം. സോ ഈ ഒരു ഫസ്റ്റ് പോയിന്റ്
ആംഗിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മെൻ്റലി പീരിയോഡിക് ടേബിളിൻ്റെ ഒരു മെറിറ്റ്സായി തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. കാരണം അദ്ദേഹം അങ്ങനെ ഒരു ഗ്യാപ്പ് വിട്ടതുകൊണ്ടാണ് പിന്നീട് നമ്മളവിടെ എലമെൻറ്റുകളെ ഡിസ്കവർ ചെയ്യുകയും ആ ഒരു എലമെൻറ്റുകളെ ആ ഒരു സ്പേസിൽ അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പിൽ ഫില്ല് ചെയ്യുകയും ചെയ്തത്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് predict property of element based on their position in the periodic table. പീരിയോഡിക് ടേബിളിലെ എലമെൻസിൻ്റെ പൊസിഷൻസ് വെച്ചിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഡിറ്റർമൈൻ ചെയ്തതും അദ്ദേഹത്തിൻ്റെ ഒരു ലോയിൻ്റെ മെറിറ്റായി തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ദെൻ ലാസ്റ്റ് വണ്ണാണ് accommodate noble gas when they were discovered വിത്തൗട്ട് ഡിസ്റ്റർബിങ് ദ ഒറിജിനൽ അറേഞ്ച്മെൻറ്റ്. അതായത് ഒറിജിനൽ അറേഞ്ച്മെൻറ്റിനെ ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ നോബൽ ഗ്യാസിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്പേസ് അക്കോമഡേറ്റ് ചെയ്തത് അദ്ദേഹമാണ്. അക്കോമഡേറ്റ് എ സ്പെഷ്യൽ പൊസിഷൻ ഒരു പൊസിഷൻ നോബൽ ഗ്യാസിന് അക്കോമഡേറ്റ് ചെയ്തു വിത്തൗട്ട് ഡിസ്റ്റർബിങ് ദ ഒറിജിനൽ അറേഞ്ച്മെൻറ്റിനെ ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ നോബൽ ഗ്യാസിനൊരു പൊസിഷൻ അക്കോമഡേറ്റ് ചെയ്തതും അദ്ദേഹമാണ്. സോ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മെറിറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ മെൻ്റലി പീരിയോഡിക് ലോയിൻ്റെ മെറിറ്റ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് ലിമിറ്റേഷൻസ് ഓഫ് മെൻ്റൽ ലീവ് ക്ലാസിഫിക്കേഷൻ. മെൻ്റൽ ലീവ് ക്ലാസിഫിക്കേഷൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ പൊസിഷൻ ഓഫ് ഐസോട്ടോപ്പ് കുഡ് നോട്ട് ബി എക്സ്പ്ലെയിൻഡ്. അതായത് ഐസോട്ടോപ്പിൻ്റെ പൊസിഷനെ കുറിച്ച് ഒരു തരത്തിലുമുള്ള ഒരു ഇൻഫോർമേഷൻ പീരിയോഡിക് ടേബിളിൽ ഉണ്ടായിരുന്നില്ല. ദെൻ നെക്സ്റ്റ് വണ്ണാണ് നോ ഫിക്സ്ഡ് പൊസിഷൻ ഫോർ ഹൈഡ്രജന് ഒരു ഫിക്സ്ഡ് പൊസിഷൻ ഉണ്ടായിരുന്നില്ല. ദെൻ റോങ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസ് ഓഫ് സം എലമെൻറ്റ് കുഡ് നോട്ട് ബി എക്സ്പ്ലെയിൻഡ്. അതായത് നമ്മൾ പറഞ്ഞിരുന്നു മെൻ്റലി പീരിയോഡിക് ലോയിൽ എലമെൻറ്റുകളെ അതിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരുന്നതെന്ന്, ആറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരുന്നതെന്ന്. പക്ഷേ ചില എലമെൻറ്റുകളിൽ ആ ഒരു ഓർഡർ കീപ്പ് ചെയ്തിരുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത് റോങ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസ് ഓഫ് സം എലമെൻറ്റ് കുഡ് നോട്ട് ബി എക്സ്പ്ലെയിൻ. ചില എലമെൻറ്റുകൾ ഓർഡർ തെറ്റിയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് അദ്ദേഹം പ്രോപ്പർ ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ തന്നിരുന്നില്ല. ഇതെല്ലാം നമുക്ക് എന്തായി തന്നെ കൺസിഡർ ചെയ്യാവുന്നതാണ്, ലിമിറ്റേഷൻസ് ഓഫ് മെൻ്റൽ ലീവ് ക്ലാസിഫിക്കേഷനായി കൺസിഡർ ചെയ്യാവുന്ന ഫാക്ടേഴ്സാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വണ്ണാണ് മോഡേൺ പീരിയോഡിക് ലോ. നമ്മൾ ഇന്ന് കാണുന്ന പീരിയോഡിക് ടേബിൾ അത് മോഡേൺ പീരിയോഡിക് ലോയിന് പ്രകാരമായുള്ളതാണ്. അത് പ്രപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റാണ് ഹെൻറി മോസ്ലി. ആ ഇയർ ആണ് 1913 എന്ന് പറയുന്നത്. സോ ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ് ആർ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദെയർ ആറ്റമിക് നമ്പർ. അതായത് അദ്ദേഹം എലമെൻറ്റുകളെ ക്ലാസിഫൈ ചെയ്തത് എങ്ങനെയായിരുന്നു? ഇൻക്രീസിങ് ഓർഡർ ഓഫ് ആറ്റമിക് നമ്പർ ആണ്. അതാണ് ഇവിടെ പറയുന്നത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ് ആർ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദെയർ ആറ്റമിക് നമ്പർ. സോ നമുക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ ഇവിടെ പറയുന്നത് മോഡേൺ പീരിയോഡിക് ടേബിളിനെ കുറിച്ചിട്ടാണ്. മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ടേബിൾ ഇൻ വിച്ച് എലമെൻറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് പീരീഡ്. നമുക്കറിയാം മെൻ്റലി നമുക്ക് പീരിയോഡിക് ടേബിൾ പ്രപ്പോസ് ചെയ്തു. അതിന് അദ്ദേഹം പറഞ്ഞിരുന്നു ആറ്റോമിക് വെയ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എലമെൻറ്റുകളെ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന്. പക്ഷേ ഹെൻറി മോസ്ലി പ്രപ്പോസ് ചെയ്ത മോഡേൺ പീരിയോഡിക് ടേബിൾ അദ്ദേഹം എലമെൻറ്റുകളെ അറേഞ്ച് ചെയ്തത് ആറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. സോ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുമ്പോൾ അതിൽ ഗ്രൂപ്പുകളുമുണ്ട് പീരീഡുകളുമുണ്ട്. ഇവിടെ പറയുന്നുണ്ട് മോഡേൺ പീരിയോഡിക് ടേബിൾ ദ എലമെൻറ്റ്സ് ആർ അറേഞ്ച്ഡ് അക്കോർഡിംഗ് ടു ദ ഇൻക്രീസിങ് ആറ്റമിക് നമ്പർ എന്ന്. ആറ്റമിക് നമ്പറിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് നമ്മൾ എലമെൻറ്റ്സിനെ അറേഞ്ച് ചെയ്യുന്നത്. അതുമാത്രമല്ല അതിൻ്റെ ലോയും ഇമ്പോർട്ടൻ്റ് ആണ്, പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദെയർ ആറ്റോമിക് നമ്പർ എന്നുള്ളത്. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുമ്പോൾ അതിൽ 18 ഗ്രൂപ്പ്സും 7 പീരീഡ്സും ആണുള്ളത്. സോ ഈ 18 ഗ്രൂപ്പും 7 പീരീഡും അടങ്ങുന്നതാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. ദ പീരീഡ് ആർ അറേഞ്ച്ഡ് ഇൻ ഹൊറിസോണ്ടൽ റോസ്. പീരീഡ് എപ്പോഴും നമ്മൾ ഹൊറിസോണ്ടൽ റോസിനെയാണ് നമ്മൾ പീരീഡ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വെർട്ടിക്കൽ കോളത്തിനെയാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ elements in the modern periodic table are arranged from left to right. അതായത് മോഡേൺ പീരിയോഡിക് ടേബിളിൽ നമ്മളെപ്പോഴും എലമെൻറ്റ്സിനെ അറേഞ്ച് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് എന്ന ഫോമാറ്റിലായിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് ഗ്രൂപ്പ് ആൻഡ് പീരീഡ്. സോ നെക്സ്റ്റ് വണ്ണാണ് ഗ്രൂപ്പ് ആൻഡ് പീരീഡ്. സോ ഗ്രൂപ്പും പീരീഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം കോളം ഓഫ് എലമെൻ്റ് ആണ്. പീരീഡ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ റോ ഓഫ് എലമെൻ്റ് ആണ്. എലമെൻറ്റ് ഹാവ് സിമിലർ ബട്ട് നോട്ട് ഐഡൻറ്റിക്കൽ പ്രോപ്പർട്ടി. ഗ്രൂപ്പിലാണെങ്കിൽ എല്ലാ എലമെൻറ്റുകൾക്കും ഒരു സിമിലർ പ്രോപ്പർട്ടി ഉണ്ടാവും, പക്ഷെ അത് ഐഡൻറ്റിക്കൽ ആവില്ല. പക്ഷേ
പീരീഡ് ആണെങ്കിലോ എലമെൻറ്റ്സ് ആർ നോട്ട് alike in property, അതായത് ഒരു പീരീഡിലെ എല്ലാ എലമെൻറ്റ്സും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ദെൻ നെക്സ്റ്റ് വൺ, all elements have same number of valence electron. ഒരു ഗ്രൂപ്പിൽ വരുന്ന എല്ലാ എലമെൻറ്റ്സിനും സെയിം നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ആയിരിക്കും. അതായത് അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ വരുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ബട്ട് പീരീഡിലാണെങ്കിലോ ഫസ്റ്റ് എലമെൻറ്റ് ഇൻ എ പീരീഡ് ഈസ് ഓൾവേസ് ആൻ എക്സ്ട്രീംലി ആക്റ്റീവ് സോളിഡ്. ദ ലാസ്റ്റ് എലമെൻറ്റ് ഇൻ എ പീരീഡ് ഈസ് ഓൾവേസ് ആൻ ഇനാക്റ്റീവ് ഗ്യാസ്. അതായത് നമ്മളൊരു ഹൊറിസോണ്ടൽ റോ ഒരു പീരീഡ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, ഫസ്റ്റ് എലമെൻറ്റ് എപ്പോഴും സോളിഡ് ആയിട്ടുള്ള ഒന്നായിരിക്കും, ആക്റ്റീവ് സോളിഡ് ആയിരിക്കും, എക്സ്ട്രീംലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സോളിഡ് ആയിരിക്കും. പക്ഷെ ലാസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ ഗ്രൂപ്പും പീരീഡിനെ കുറിച്ചും അത് തമ്മിലുള്ള ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഗ്രൂപ്പ് ആകുമ്പോൾ 18 ഗ്രൂപ്പ്സ് ഉണ്ട്, പീരീഡ് ആകുമ്പോൾ 7 പീരീഡ്സ് ആണ് നമുക്കുള്ളതെന്നും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് സമ്മപ്പ് ചെയ്യാം. സോ ആക്ച്വലി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പീരിയോഡിക് ടേബിൾ ആൻഡ് കെമിക്കൽ ബോണ്ടിങ് എന്നുള്ള ചാപ്റ്ററിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ആ ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. ആ ഓരോ ടോപ്പിക്കുകളെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തതുമാണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് എർലി ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്. ആദ്യ കാലഘട്ടങ്ങളിൽ എങ്ങനെയെല്ലാമാണ് എലമെൻറ്റുകളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ ആദ്യമായി നോക്കിയത്. അതിലൊരു ഫസ്റ്റ് കോൺട്രിബ്യൂഷൻ മേഡപ്പ് ചെയ്ത സയൻറ്റിസ്റ്റ് ആയിരുന്നു ഡൊബർണിയർ എന്ന് പറയുന്നത്. ഡൊബർണിയർ അദ്ദേഹം എലമെൻറ്റുകളെ ട്രയാഡ്സ് ആയി ക്ലാസിഫൈ ചെയ്തു. അതിൽ അദ്ദേഹം പറഞ്ഞത് മിഡിൽ എലമെൻ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെൻറ്റിൻ്റെയും ലാസ്റ്റ് എലമെൻറ്റിൻ്റെയും, അതായത് ഫസ്റ്റ് എലമെൻറ്റിൻ്റെയും തേർഡ് എലമെൻറ്റിൻ്റെയും സം എടുത്ത് നമ്മളതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്താണോ അല്ലെങ്കിൽ അതിൻ്റെ ആവറേജ് എന്താണോ അതാണ് ആക്ച്വലി മിഡിൽ എലമെൻറ്റിൻ്റെ ആറ്റോമിക് മാസ് എന്ന് പറയുന്നത്. സോ മിഡിൽ എലമെൻറ്റിൻ്റെ ആറ്റോമിക് മാസുമായി അത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആകുമെന്നും നമ്മൾ പഠിച്ചതാണ്. അതിനുശേഷം നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലോയിൻ്റെ ഡീമെറിറ്റ്സ് പറഞ്ഞു. അദ്ദേഹത്തിന് എല്ലാ എലമെൻറ്റുകളിലും ഇത്തരത്തിലുള്ള ഈ ഒരു ലോ ഓഫ് ട്രയാഡ്സ് അപ്ലൈ ചെയ്യാൻ സാധിച്ചില്ല. അതിനുശേഷം നമ്മുടെ എലമെൻറ്റ്സിൻ്റെ ഉള്ളിൽ സംഗീതമുണ്ട് എന്ന് കണ്ടുപിടിച്ച ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു ന്യൂലാൻഡ് എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞിരുന്നത് നമ്മുടെ എലമെൻറ്റുകളിൽ ഫസ്റ്റ് എലമെൻറ്റിനും 8 എലമെൻറ്റ്സിനും, അതായത് സ രി ഗ മ പ ധ നീ സ എന്ന് പറയുന്ന പോലെ തന്നെ ഫസ്റ്റ് എലമെൻറ്റിനും 8 എലമെൻറ്റിനും സിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട് എന്ന് പറഞ്ഞ ഒരു ലോയാണ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലോയ്ക്കും ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കാൽഷ്യം വരെ മാത്രമേ ആ ഒരു സിമിലർ പ്രോപ്പർട്ടീസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചുള്ളൂ. കാൽഷ്യം കഴിഞ്ഞ് വരുന്ന എലമെൻറ്റുകളെ കുറിച്ച് ഒരു രീതിയിലുമുള്ള ഒരു എക്സ്പ്ലനേഷൻ അദ്ദേഹം തന്നിരുന്നില്ല. അതിനുശേഷം വന്ന ഒരു സയൻറ്റിസ്റ്റാണ് മെൻഡലീവ് എന്ന് പറയുന്നത്. മെൻഡലീവാണ് നമുക്ക് മെൻഡലീവ് പീരിയോഡിക് ലോ പ്രപ്പോസ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ലോ ആണ് നമുക്ക് ഇന്ന് കാണുന്ന മോഡേൺ പീരിയോഡിക് ടേബിളിലേക്ക് വന്ന ഒരു മെയിൻ കോൺട്രിബ്യൂഷൻ ആയത്. സോ ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് ആര് തന്നെയാണ്? മെൻഡലീവ് തന്നെയാണ്. മെൻഡലീവ് പ്രപ്പോസ് ചെയ്ത പീരിയോഡിക് ടേബിളിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് മാത്രമാണ് ഹെൻറി മോസ്ലി വരുത്തിയത്. സോ ഹെൻറി മോസ്ലി ഈ മോഡേൺ പീരിയോഡിക് ടേബിൾ പ്രപ്പോസ് ചെയ്തു. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന മോഡേൺ പീരിയോഡിക് ടേബിൾ. സോ മെൻഡലീവ് പീരിയോഡിക് ലോയിനെ കുറിച്ച് പറയുവാണെങ്കിൽ അദ്ദേഹം എലമെൻറ്റുകളെ ആറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തത്. സോ നമ്മളതിൽ പറയുന്നുണ്ട് പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദെയർ ആറ്റോമിക് മാസ്, ദ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദെയർ ആറ്റോമിക് മാസ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ മോഡേൺ പീരിയോഡിക് ലോ ആണെങ്കിലോ ദ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് ദെയർ ആറ്റോമിക് നമ്പർ എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ മെറിറ്റ്സും ഡീമെറിറ്റ്സും ആയിരുന്നു. മെറിറ്റ്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം കുറേ ലെഫ്റ്റ് ഗ്യാപ്സ് ആൻഡ് സ്പേസ്, ഗാലിയം ജെർമേനിയം പോലുള്ള എലമെൻറ്റുകളുടെ അടുത്ത് ഒരു ഗ്യാപ്പ് അദ്ദേഹം വിട്ടിരുന്നു. അതുപോലെ തന്നെ നോബൽ ഗ്യാസിന് ഒരു പർട്ടിക്കുലർ പൊസിഷൻ പ്രൊവൈഡ് ചെയ്തു എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഡീമെറിറ്റ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡീമെറിറ്റ്സ് എന്ന് പറയുമ്പോൾ ഐസോടോപ്പിന് പർട്ടിക്കുലർ പൊസിഷൻ കൊടുത്തിരുന്നില്ല, അതുപോലെ തന്നെ കറക്റ്റ് ഓർഡർ കീപ്പ് ചെയ്തിരുന്നില്ല, ചില എലമെൻറ്റുകൾ റോങ് ഓർഡറിലായിരുന്നു എന്നെല്ലാം നമ്മൾ പഠിച്ചു. അതിനുശേഷമാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ ഹെൻറി മോസ്ലി പ്രപ്പോസ് ചെയ്യുന്നത്. സോ ഹെൻറി മോസ്ലി മോഡേൺ പീരിയോഡിക് ടേബിൾ പ്രപ്പോസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു ഫോമാറ്റിൽ പീരിയോഡിക് ടേബിൾ എത്തുന്നത്. സോ പീരിയോഡിക് ടേബിളിൽ മോഡേൺ പീരിയോഡിക് ടേബിളിൽ നമുക്കറിയാം 7 പീരീഡും 18 ഗ്രൂപ്പ്സുമാണുള്ളത്. അതിനുശേഷം നമ്മൾ പറഞ്ഞു എലമെൻറ്റുകളെ ഇൻക്രീസിങ് ഓർഡറിലാണ് ഇതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ പഠിച്ചൊരു കൺസെപ്റ്റാണ് ഗ്രൂപ്പും പീരീഡും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ കോളം, വെർട്ടിക്കൽ കോളമാണ്. പീരീഡ് എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ റോസ് ആണ്. അതുപോലെ തന്നെ ഗ്രൂപ്പിലാണെങ്കിൽ എലമെൻറ്റുകളെ നമ്മൾ വാലൻസ് ഇലക്ട്രോണുകൾ, ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളെല്ലാം ഒരു ഗ്രൂപ്പിൽ വരുന്ന എല്ലാവർക്കും സിമിലർ ആയിട്ടുള്ള ഔട്ടർമോസ്റ്റ് ഷെൽ ഇലക്ട്രോൺ ആവും ഉണ്ടാവുന്നത്. പക്ഷേ പീരീഡ് ആണെങ്കിൽ അങ്ങനെയല്ല എന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ലാസ്റ്റ് പോയിന്റ് ആണെങ്കിൽ അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്,
എലമെൻറ്റ് ഹാവ് സിമിലർ ബട്ട് നോട്ട് ഐഡൻറ്റിക്കൽ പ്രോപ്പർട്ടി. സിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒരു ഗ്രൂപ്പിലുള്ള എലമെൻറ്റുകളെല്ലാം പൊസസ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ ഐഡൻറ്റിക്കൽ ആയിരിക്കില്ല എന്ന് നമ്മൾ പഠിച്ചു. അതിനോടൊപ്പം തന്നെ പീരീഡ് ആണെങ്കിൽ അങ്ങനെ ഒരു ഐഡൻറ്റിക്കലോ സിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒന്നും പൊസസ് ചെയ്യുന്നവരായിരിക്കില്ല. പിന്നെ ഫസ്റ്റ് എലമെൻറ്റ് എപ്പോഴും എക്സ്ട്രീംലി ആക്റ്റീവ് ആയിട്ടുള്ള സോളിഡ് ആയിരിക്കും. ലാസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് ഇനാക്റ്റീവ് ആയിട്ടുള്ളൊരു ഗ്യാസ് ആയിരിക്കുമെന്നും നമ്മൾ പഠിച്ചതാണ്. സോ ആക്ച്വലി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഈ ഓരോ കൺസെപ്റ്റുകളും ഈ ഓരോ ടോപ്പിക്കുകളുമെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് ടോപ്പിക്ക് പാർട്ട് 2 എന്ന സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇന്നത്തെ ക്ലാസ്സും ഈ ഒരു ടോപ്പിക്കും എല്ലാവർക്കും ക്ലിയർ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു and happy learning.